വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം 5-ാം സർഗത്തിൽ നമ്മൾ 5-ാമത്തെ ശ്ലോകം, നല്ലൊരു ശ്ലോകം നമ്മൾ പറഞ്ഞല്ലോ. അതായത് അഹം പ്രപന്നോസ്മിപദാംബുജം പ്രഭോ ഭാവാപവർഗം തവയോഗഭാവിതം യഥാഞ്ജസാജ്ഞാനമപാരവാര്യധിം സുഖം ധരിഷ്യാമി തഥാനുശാതിമാം. വളരെ നല്ല അർത്ഥമാണ്. അതായത് സംസാര സങ്കടത്തിനെ തീർക്കുന്നതും അതിനായിട്ട് യോഗികൾ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതുമായ അങ്ങയുടെ പാതാരബിന്ദങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. കര കാണാൻ കഴിയാത്ത ഈ അജ്ഞാന സമുദ്രത്തെ ഏത് വിധത്തിലായാലാണ് എനിക്ക് സുഖമായിട്ട് തരണം ചെയ്യാൻ പറ്റുക, ആ വിധത്തിൽ എന്നെ നയിച്ചാലും. അത്ര അർത്ഥമല്ലേ? അതാണ് നമ്മൾ ചെയ്തത്. ഇനി 6-ാമത്തെ രാമഗീത വളരെ വളരെ ഗഹനായിട്ടുള്ള അർത്ഥത്തോടു കൂടിയതാണ്. എനിക്ക് പറയാനുള്ള അർഹത ഇല്ലെങ്കിലും എനിക്ക് മനസ്സിലായ പോലെ ഞാൻ പങ്കിടാം. ശ്രുത്വാഥ സൗമിത്രിവചോഖിലം തഥാ പ്രാഹ പ്രപന്നാർത്തിഹരപ്രസന്നധീഃ വിജ്ഞാനമജ്ഞാനതമോപശാന്തയേ ശ്രുതിപ്രപന്നം ക്ഷിതിപാലഭൂഷിത തഥാ അഖിലം സൗമിത്രിവചഃ ശ്രുത്വ. അതായത് ലക്ഷ്മണൻ്റെ വാക്കുകളെ കേട്ടിട്ട് പ്രപന്നാർത്തിഹര, അതായത് ശരണം പ്രാപിച്ചവരുടെ ദുഃഖങ്ങളെല്ലാം തീർക്കുന്ന പ്രസന്നനായ അതായത് യാതൊരു പ്രസന്നമായ മനസ്സും ബുദ്ധിയായിട്ടുള്ള ക്ഷിതിപാലഭൂഷണ, രാജാക്കന്മാരുടെ മുഴുവൻ ഭൂഷണമായിട്ടുള്ള അവരുടെ രാജാധിരാജൻ അജ്ഞാന തമോപശാന്തയെ, അജ്ഞാനമാകുന്ന അന്ധകാരത്തിൻ്റെ ശാന്തിക്കായിക്കൊണ്ട്, അന്ധകാരം നീക്കാനായിക്കൊണ്ട്, അജ്ഞാനമാകുന്ന അന്ധകാരത്തിൻ്റെ ശമനം പറഞ്ഞു വെച്ചാൽ അതിനെ നീക്കാനായിക്കൊണ്ട്, ശ്രുതിപ്രപന്നം വിജ്ഞാനം, വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ആത്മജ്ഞാനത്തെ, വേദവിജ്ഞാനം, തഥാ പ്രാഹ, അപ്പോൾ പറഞ്ഞു. തുടങ്ങാൻ പോവുകയാണ്. 7-ാമത്തെ ശ്ലോകത്തിലാണ് ശരിക്ക് തുടങ്ങണത് കേട്ടോ. എന്താ അറിയോ, ലക്ഷ്മൺ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ശരണാഗതന്മാരുടെ സങ്കടം തീർക്കുന്നവനും അല്ലേ, പിന്നെ ഒരു തരത്തിലുള്ള പ്രസന്നവദനും പ്രസന്ന മനസ്സുള്ള ആളുമായിട്ടുള്ള രാജശ്രേഷ്ഠനായിട്ടുള്ള രാമൻ സംസാരത്തിന് കാരണമായിട്ടുള്ള ഈ സംസാരത്തിൻ്റെ കാരണമാണ് എന്താ? അജ്ഞാനം. ആ അജ്ഞാനാന്ധകാരത്തിൻ്റെ നാശത്തിന് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ജ്ഞാനത്തെ, മഹാവാക്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന ജ്ഞാനത്തെ ശ്രീരാമൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി ഉപദേശം തുടങ്ങുകയാണ് രാമഗീത എന്നുള്ളത് ശരിക്കുള്ള 7-ാമത്തെ ശ്ലോകം. ശ്രുത്വാഥ സൗമിത്രിവചോഖിലം പ്രാഹ പ്രപന്നാർത്തിഹരപ്രസന്നധീഃ വിജ്ഞാനമജ്ഞാനതമോപശാന്തയേ ശ്രുതിപ്രപന്നം ക്ഷിതിപാലഭൂഷിതഃ. ഇനി ആദൗ സ്വവർണാശ്രമവർണിതാഃ ക്രിയാഃ കൃത്വാ സമാസാദിതശുദ്ധമാനസഃ സമാപ്യ തൽപൂർവമുപാത്തസാധനഃ സമാശ്രയേൽ സൽഗുരുമാത്മലബ്ധയേ. എന്താ അറിയോ, ആദ്യം ആ വാക്കിൻ്റെ അർത്ഥം പറയാം, എന്നിട്ട് പിന്നെ ആദിയിൽ ആദ്യം സ്വവർണാശ്രമവർണിതാഃ ക്രിയാഃ കൃത്വ, അതായത് സ്വന്തം വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും വിധിക്കപ്പെട്ട ക്രിയകൾ, അതായത് ഏത് ആശ്രമത്തിലാണ് നമ്മൾ വെച്ചാൽ, അപ്പോൾ ഗൃഹസ്ഥാശ്രമമാണെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ എന്താണ് വിധിക്കപ്പെട്ടത് വെച്ചാൽ അത്, പിന്നെ ഏത് വർണ്ണങ്ങളിലാണ് വെച്ചാൽ അത്, അതിന് വിധിക്കപ്പെട്ട കർമ്മങ്ങളെ ചെയ്തിട്ട് സമാസാദിത ശുദ്ധമാനസ, അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ മനഃശുദ്ധി വന്നിട്ട് അങ്ങനത്തെ ശുദ്ധമാനസത്തോടു കൂടിയവനും, അങ്ങനെ ചെയ്തുകൊണ്ട് വർണ്ണാശ്രമങ്ങളിൽ വിധിക്കപ്പെട്ട നിഷ്കാമകർമ്മം കൊണ്ട് മനസ്സ് ശുദ്ധമായിട്ട് തത്പൂർവം ഉപാത്ത സാധന, അതോടുകൂടി സമ്പാദിച്ച സാധനങ്ങളോട് കൂടിയവനായിട്ട് സമാപ്യ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ വിസ്തരിച്ച് പറയുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സന്യാസം തന്നെ ചെയ്ത്
എല്ലാ കർമ്മങ്ങളും ഇല്ലാതെ സന്യസിക്കുക. ആത്മലബ്ധയെ ആത്മജ്ഞാനത്തിനായിക്കൊണ്ട് സദ്ഗുരുവിനെ ആശ്രയിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇത് അതായത് വേദത്തിലത്തെ വേദാർത്ഥം അല്ലെങ്കിൽ വേദത്തിലത്തെ പ്രതിപാദ്യത്തിനെ നമുക്ക് ഉൾക്കൊള്ളാനും അതെന്താണ് ആ വേദത്തിൽ പ്രതിപാദിച്ച ജ്ഞാനം, വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ട ജ്ഞാനം നമുക്കുണ്ടാവണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് പറയണത് കേട്ടോ. അതിന് രണ്ടായിട്ട് ഈ ജ്ഞാനം ലഭിക്കാനായിട്ടുള്ള സാധനങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്നെന്താത്രേ, ഒന്നിൻ്റെ പേര് ബഹിരംഗ സാധനങ്ങൾ എന്നാണ്, രണ്ടാമത്തെ അന്തരംഗ സാധനങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെ അവരവരുടെ വർണ്ണാശ്രമങ്ങളിലിരുന്ന് നടത്തേണ്ടതായിട്ടുള്ള നമ്മൾക്ക് വിധിച്ചിട്ടുള്ള അവരുടെ വർണ്ണാശ്രമങ്ങളിലിരുന്ന് വിധിപ്രകാരം നടത്തേണ്ട കർമ്മങ്ങളെയാണ് നമ്മൾ നിത്യനൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഗൃഹസ്ഥന്മാരാച്ചാൽ രാവിലെ നീറ്റു കുളിച്ചു വിളക്ക് കൊളുത്തി എല്ലാവർക്കും കുറച്ച് ദിവസത്തേക്ക് ഒരു നമ്മൾ ഇന്നത് ചെയ്യാമെന്നൊരു നിയമം ഉണ്ടാവുമല്ലോ. ഇന്നത് ചെല്ലുക, വിഷ്ണു സഹസ്രനാമം ചെല്ലുക, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ചെല്ലുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പൂവ് കൊണ്ട് ഭഗവാനെ ആരാധിക്കുക. എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ നിത്യനൈമിത്തികമായിട്ടുള്ള കർമ്മങ്ങളെയാണ് അത്രേ ഈ പിന്നെ ഇങ്ങനെ നമ്മളെ വർണ്ണാശ്രമങ്ങളുടെ വിധി അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഭക്തിയോടുകൂടി ചെയ്യുന്ന നിത്യനൈമിത്തിക കർമ്മങ്ങളാണ് ഇതിൽ പറയണത് കേട്ടോ. അത് ആദ്യം നല്ല ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മളെ ഏത് വർണ്ണത്തിലാണ് ഏത് ആശ്രമത്തിലാണ് നമ്മൾ അതിൽ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അല്ലെങ്കിൽ നിത്യനൈമിത്തിക കർമ്മങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക ആദ്യം. അങ്ങനെ ഫലാകാംക്ഷ കൂടാതെ, ഫലം ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടി കൂടി ചെയ്യുന്ന ഈ കർമ്മങ്ങൾ ഇങ്ങനെ കുറേ കാലം ചെയ്യുമ്പോൾ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കാതെ, അതായത് ഒന്നിനും പ്രത്യേകിച്ചില്ലാതെ ഭഗവാനെ സ്നേഹിച്ച് അതായത് ഫലകാംക്ഷ കൂടാതെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ഈ നിത്യനൈമിത്തിക കർമ്മങ്ങൾ കുറേ കാലം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. അപ്പം മനസ്സ് ശുദ്ധമാവുമ്പോഴാണ് നമുക്ക് കാമക്രോധ ലോഭ ഈ മനസ്സിൻ്റെ ശത്രുക്കളൊക്കെ നശിക്കും. കാമക്രോധ ലോഭം അത് മോഹമാത്സര്യമൊക്കെ നശിക്കും. അപ്പം മനസ്സ് നല്ല ശുദ്ധമാവും. അങ്ങനെ ഈ പറഞ്ഞതിനെയാണ് നിത്യനൈമിത്തിക കർമ്മങ്ങൾ കൊണ്ടുള്ളതിനെയാണ് അത്ര ബഹിരംഗ സാധനങ്ങൾ എന്ന് പറയണത്. ഇനി ഇങ്ങനെ മനഃശുദ്ധി വന്നതിന് ശേഷം അതായത് ഈ നിത്യനൈമിത്തികാദി കർമാനുഷ്ഠാനമാണ് ബഹിരംഗ സാധനം. അങ്ങനെ മനഃശുദ്ധി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൂടി നിയന്ത്രിക്കണം. ഇതിപ്പോൾ നമ്മൾ ഒരുമാതിരി പുറത്ത് കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ. ഇനി അകത്ത് അതായത് ശമം ദമം ഒക്കെ നമ്മൾ അനുഷ്ഠിച്ചിട്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൂടി നമ്മൾ കീഴടക്കണം. അങ്ങനെ ശമാധി സമ്പത്ത് നമുക്ക് അങ്ങനെയുള്ളതിനെയാണ് ഈ അന്തരംഗ സാധനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ശമവും ദമവും എല്ലാം ആയതിനു ശേഷം നമ്മൾ വളരെ അങ്ങനെയാകുമ്പോൾ അതായത് ബഹിരംഗ സാധനങ്ങളും നമ്മൾക്ക് കിട്ടിയപ്പോൾ അന്തരംഗ സാധനങ്ങൾ അതായത് മനസ്സ് ഇന്ദ്രിയങ്ങളെ അടക്കി പുറത്തെ ദേഹത്തിൻ്റെയും അടക്കി മനഃശുദ്ധിയും വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ട വെച്ചാൽ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് വിഷയവിരക്തിയോട് കൂടിയിട്ട് സന്യസിക്കണം. അത് കഴിഞ്ഞിട്ടാണ് സന്യാസം. സന്യസിച്ചിട്ട് അതായത് ഈ ശമദമ വൈരാഗ്യാദി നമ്മുടെ ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കീഴടക്കണതൊക്കെ ദൃഢാവണം. അത് നല്ലോണം പൂർണ്ണമാവണം. എന്നിട്ട് ആണ് നമ്മൾ പിന്നെ എല്ലാ കർമ്മങ്ങളെയും കൂടി സന്യസിക്കണം. സന്യസിക്കുക പറഞ്ഞാൽ എന്താ, കർമ്മങ്ങളെയൊക്കെ ത്യജിക്കുന്നുണ്ട്. കാമ്യകർമ്മങ്ങളല്ല, നിഷ്കാമകർമ്മവും ത്യജിക്കും. സകാമകർമ്മങ്ങൾ ത്യജിക്കും പറയാനില്ല. നിഷ്കാമകർമ്മങ്ങളും കർമ്മങ്ങളെ ത്യജിക്കും. അതാണ് സന്യസിക്കുന്നത്. പിന്നെയാണ് അങ്ങനെ ശരിക്കും കർമ്മങ്ങളെയും കൂടി സന്യസിച്ച് പിന്നെ മനസ്സും ബുദ്ധിയും എല്ലാം നല്ല പരിശുദ്ധമായതിന് ശേഷം എന്ത് വേണം, ആത്മസ്വരൂപത്തിനെ ബോധിപ്പിക്കാൻ എന്ത് വേണം, ഈ തത്വമസി അഹം ബ്രഹ്മാസ്മി ഇങ്ങനത്തെ മഹാവാക്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആയിട്ട് സദ്ഗുരുവിനെ ആശ്രയിക്കണം. അപ്പോൾ ആദ്യം ഈ നിത്യനൈമിത്തിക കർമ്മങ്ങൾ കൊണ്ട് മനസ്സ് ശുദ്ധീകരിക്കൂ. പിന്നെ ശമസമാധി
ശമതമാദികളെ കൊണ്ട് മനസ്സിനെ ഇന്ദ്രിയങ്ങളെ കീഴടക്കി അത് കഴിഞ്ഞ് സന്യസിക്കണം. അതായത് കർമ്മങ്ങളെ മുഴുവൻ സന്യസിക്കണം, എല്ലാ കർമ്മവും ഉപേക്ഷിക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ മഹാവാക്യങ്ങളുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വേണ്ടി ഒരു സദ്ഗുരുവിനെ ആശ്രയിക്കണം. അങ്ങനെയാണെങ്കിൽ, അതായത് നല്ല ശാസ്ത്രം അറിയണ ആളും ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവനും ആയിരിക്കണം ഗുരു. ഗുരുമുഖത്തു നിന്ന് കേൾക്കാതെ നമുക്ക് മഹാവാക്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വളരെ വിഷമാണ്. അതുകൊണ്ട് ആണ് ഗുരുവിനെ ആശ്രയിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. അതായത് അവനവൻ്റെ വർണ്ണവും ആശ്രമവും അനുസരിച്ച് വിധിച്ചിട്ടുള്ളതൊക്കെ നിത്യനൈമിത്യങ്ങളെ കർമ്മങ്ങൾ ചെയ്തിട്ട് മനഃശുദ്ധി ഉണ്ടാക്കി പിന്നെ മനസ്സിനേന്ദ്രിയങ്ങളെ അടക്കി അങ്ങനെ നല്ലോണം അടങ്ങിക്കഴിഞ്ഞാൽ കർമ്മങ്ങളെ തന്നെ സന്യസിച്ചിട്ട് ആത്മസ്വരൂപം അറിയാനായിട്ട് ഗുരുവിനെ സമീപിക്കണം. ആദൗ സ്വവർണാശ്രമവർണിതാഃ ക്രിയാഃ കൃത്വാ സമാസാദിതശുദ്ധമാനസഃ സമാപ്യ തൽപൂർവമുപാത്തസാധന സമാശ്രയേ സദ്ഗുരുമാൽ ആത്മലബ്ധയെ. ആത്മാവിനെ തന്നെ ലഭിക്കണമെങ്കിൽ സദ്ഗുരുവിനെ ആശ്രയിക്കണം. ക്രിയാ ശരീരോദ്ഭവഹേതുരാദ്യതാം പ്രിയാപ്രിയൗ തൗ ഭവത സുരാഗിണ ധർമ്മേതരൗ തത്ര പുനഃശരീരകം പുനഃക്രിയാ ചക്രവതീര്യതേ ഭവഃ. ആദൃത എന്നാണ് കേട്ടോ. അതായത് ശരീരോദ്ഭവഹേതുരാദൃത, ആദൃത എന്നാണ്. ക്രിയാ ശരീരോദ്ഭവഹേതുരാദൃത, ആദൃത ക്രിയ, അതായത് ആദരിക്കപ്പെട്ട കർമ്മം. ശരീരോദ്ഭവഹേതു, ഈ ശരീരത്തിൻ്റെ ഉത്ഭവത്തിന് കാരണം തന്നെ കർമ്മമാണ് അല്ലേ. കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലം അനുഭവിക്കാനാണല്ലോ ശരീരം എടുക്കണത്. അപ്പോൾ ശരീരത്തിൻ്റെ ഉത്ഭവം തന്നെ കർമ്മമാണ്. തത്ര സുരാഗിണഃ, ആ ജന്മത്തിൽ ഈ സുരാഗമുള്ള ഒരു പുരുഷന് ധർമ്മേതരോ പ്രിയാപ്രിയോ ഭവത, ധർമ്മവും അധർമ്മവും പ്രിയവും അപ്രിയവും ഒക്കെ ഉണ്ടാവും. പുനഃശരീരകം, അപ്പോൾ ഈ രാഗം ഉള്ള ആൾക്കെ സുരാഗം ചെന്ന രാഗമുള്ളവർക്ക് എന്താ വെച്ചാൽ ഇതിഷ്ടമാണ് അതിഷ്ടമല്ല, ഇത് ധർമ്മമാണ് അധർമ്മമാണ്, അങ്ങനത്തെ വ്യത്യാസമൊക്കെ ഉണ്ടാവും, ഈ ഭേദം. പുനഃ, അപ്പം അങ്ങനെ അതനുസരിച്ചിട്ട് ധർമ്മവും അധർമ്മവും നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും ചെയ്തും കൊണ്ടേയിരിക്കും. ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതൊക്കെ ചെയ്യും. അപ്പം എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ പുനഃശരീരകം, പിന്നെയും ശരീരം, പുനഃ ക്രിയ, പിന്നെയും കർമ്മങ്ങൾ ചെയ്യുക, പിന്നെയും ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പിന്നെയും ശരീരം, കർമ്മം ഭവ ചക്രവതീര്യതേ. ഇങ്ങനെ സംസാരം ഒരു ചക്രമെന്ന പോലെ പറയപ്പെടുന്നു. എന്താണ് ഈ സംസാരം? ഒരു ചക്രത്തിനെ പോലെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ആ ചുറ്റിത്തിരിയൽ നിൽക്കണം വെച്ചാൽ അതിൻ്റെ കാരണമായിട്ടുള്ള അജ്ഞാനം നശിപ്പിക്കണം. ഈ സംസാര ചക്രത്തിൽ ചുറ്റിത്തിരിയാനുള്ള കാരണം എന്താ? അജ്ഞാനം. അപ്പം അതിനുള്ള കാരണമായിട്ടുള്ള അജ്ഞാനത്തെ നശിപ്പിക്കേണ്ട ചുറ്റിത്തിരിയിൽ നിൽക്കണമെങ്കിൽ അതിന് ഒരേ ഒരു വഴിയുള്ളൂ. എന്താ? ആത്മതത്വം അറിയുക, ആത്മജ്ഞാനം ഉണ്ടാവുക. അതിന് നമുക്ക് അങ്ങനെ ആത്മജ്ഞാനം ഉണ്ടാവണമെങ്കിൽ വേദാന്താർത്ഥ വിചാരം ചെയ്യണം. വേദങ്ങളിലെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വിചാരം ചെയ്ത് ഉൾക്കൊള്ളാൻ കഴിയണം. എന്നാലേ ആത്മജ്ഞാനം ഉദിക്കുള്ളൂ. അതിന് എന്താ ചെയ്യുക? ഗുരുവിനെ ആശ്രയിക്കണം. അതാണിപ്പോൾ ഇതിൽ പറയണം. അതായത് ഈ സംസാരം ഒരു ചക്രം പോലെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്താ വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ അത് വളരെ രസമാണ്, നമുക്കറിയണതാണ് എങ്കിലും പറയാം. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മം ഈ ജന്മത്തിൻ്റെ കാരണമായി ഭവിച്ചു. ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനാണ് നമ്മൾ ഈ ജന്മം എടുത്തത്. ഈ ശരീരത്തിൽ നമ്മൾ ആസക്തിയോടുകൂടി, രാഗത്തോടുകൂടി, ഫലകാംക്ഷയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും കർമ്മം ചെയ്യും. ഓരോ വിഷയങ്ങളെ നമുക്ക് അതായത് വിഷയസുഖങ്ങൾ ലഭിക്കാനായിട്ട് ആസക്തിയോടുകൂടി, രാഗത്തോടുകൂടി ഈ ശരീരം വെച്ച് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും. അതിൽ ചിലത് ധർമ്മവും ചിലത് അധർമ്മവും ചെയ്യണ കർമ്മങ്ങളെ നമ്മളെ വിഷയ സുഖങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോകുമ്പോൾ ചിലപ്പോൾ അധർമ്മം ചെയ്യും, ചിലപ്പോൾ ധർമ്മം ചെയ്യും. അങ്ങനെ ഈ ധർമാധർമ്മങ്ങളിൽ നിന്നാണ് നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാവുന്നത്.
പിന്നെയും കർമ്മങ്ങൾ, പിന്നെയും ജന്മങ്ങൾ, ഇങ്ങനെ ഈ സംസാര ചക്രം കഴിയാതെ ചുറ്റിക്കറിഞ്ഞുകൊണ്ടിരിക്കും. ഈ തിരിയുന്ന ചക്രത്തിൻ്റെ താഴത്തുള്ള ഭാഗം ചിലപ്പോൾ മേലോട്ടേക്ക് പോവും ഇല്ലേ, പിന്നെ ഉടനെ തന്നെ അത് താഴത്തേക്ക് വരും. ചക്രമാകുമ്പോൾ അങ്ങനെയല്ലേ, താഴത്തുള്ള ഭാഗം പതുക്കെ 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 പോയി മുകളിലെത്തും, മുകളിലത്തെ ഭാഗം പിന്നെയും പതുക്കെ പതുക്കെ വന്ന് താഴത്തെത്തും. ഇങ്ങനെ ധർമ്മം കുറഞ്ഞും കൂടിയും നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്താൽ സ്വർഗത്തിൽ പോവും, ദേവന്മാരായിട്ടിരിക്കും. പക്ഷേ ആ പുണ്യം ക്ഷയിച്ചാൽ ആദ്യ മനുഷ്യനാവും. അപ്പോൾ ഇതുപോലെ ധർമ്മം നല്ല ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തി ധാരാളം ചെയ്താൽ ദേവശരീരം ലഭിക്കും. അത് കഴിഞ്ഞ് അധർമ്മമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ പിന്നെയും ഭൂമിയിൽ മനുഷ്യനായിട്ടോ വൃക്ഷങ്ങളായിട്ടോ മൃഗങ്ങളായിട്ടോ ജനിക്കും. ഇങ്ങനെ കർമ്മങ്ങളും ജന്മങ്ങളും എപ്പോഴും അന്യോന്യം വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ഒറ്റ വഴിയുള്ളൂ ഇതിനെ നിർത്താൻ, ഈ ചക്രം തിരിച്ചലിനെ നിർത്താൻ, ചക്രത്തിൽ നമ്മൾ തിരിയണതിനെ നിർത്താൻ ഒരൊറ്റ വഴി, ആത്മതത്വം അറിയണം. ആ ആത്മതത്വം അറിയണമെങ്കിൽ നമുക്ക് വേദാന്ത വിജ്ഞാനം വേണം. അതിന് നമുക്ക് ഒരു ഗുരുവിനെ ആശ്രയിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ ഗുരുവിനെ ആശ്രയിക്കണമെങ്കിലോ ആശ്രയിക്കണതിൻ്റെ മുമ്പ് തന്നെ നമ്മളുടെ മനഃശുദ്ധിയൊക്കെ വരുത്തിയിട്ട് വേണം. അത് പറഞ്ഞുവല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. അതാണ് 8 പറഞ്ഞത്. ക്രിയാശരീരോദ്ഭവ ഹേതുരാതൃത പ്രിയാ പ്രിയൗ തൗ ഭവത സുരാഗിയാണ്. അതായത് രാഗമുള്ളതുമ്പോൾ നമുക്ക് പ്രിയവും അപ്രിയവും ഒക്കെ ഉണ്ടാവും, ധർമ്മവും അധർമ്മവും. ഓരോ രാഗം കൊണ്ട് അത് വേണം ഇത് വേണം തോന്നും, വിഷയരോഗങ്ങൾ. അപ്പോൾ അത് ലഭിക്കാനായിട്ട് ധർമ്മവും അധർമ്മവും ചെയ്യും. അപ്പോൾ അതിന് സുഖവും ഉണ്ടാവും. അങ്ങനെയല്ലേ ഉണ്ടാവുക. പിന്നെയും കർമ്മം ചെയ്യും, പിന്നെയും ആ കർമ്മഫലം അനുഭവിക്കും. ഇതൊരു കഴിയാത്തതാണ്. കഴിയാൻ മാത്രമേ വഴിയുള്ളൂ. ജ്ഞാനോദിക്കണം. അതാണ് പ്രിയാപ്രിയൗ തൗ ഭവത സുരാഗിണ ധർമ്മേതരൗ തത്ര പുനഃശരീരകം പുനഃക്രിയാചക്രവീര്യതേ ഭവ. നല്ല കർമ്മങ്ങൾ ചെയ്തു ഫലകാംക്ഷയോട് കുടിച്ച സ്വർഗത്ത് പോവും. പുണ്യം ക്ഷയിച്ചാൽ ആദ്യം കിടന്നു വരും. അല്ല ചീത്ത കാര്യങ്ങൾ ഫലകാംക്ഷയോട് കൂടി ചെയ്താൽ നമ്മൾ ഭൂമിയിൽ തന്നെ ജനിച്ച് മനുഷ്യന്മാരോ വൃക്ഷങ്ങളോ പിന്നെ മൃഗങ്ങളോ ആയി ജനിച്ച് പിന്നെയും ജന്മം. അതാണ് പറഞ്ഞത്. 9 അജ്ഞാനമേവാസ്യ ഹി മൂലകാരണം തദ്ധാനമേവാത്ര വിധൗ വിധീയതേ വിദ്യൈവ തന്നാശവിധൗ പടീയസി ന കർമ്മ തജ്ജം സവിരോധമീരിതം. അസ്യ മൂലകാരണം അജ്ഞാനമേവ. പറഞ്ഞില്ലേ, സംസാരത്തിൻ്റെ കാരണം അജ്ഞാനം തന്നെയാണ്. ഈ സംസാരത്തിൻ്റെ ആദി കാരണം അജ്ഞാനം തന്നെയാണ്. അത്ര വിധോ ഈ കാര്യത്തിൽ, അതായത് സംസാരം നിവൃത്തിയുടെ കാര്യത്തിൽ, സംസാരത്തിനെ തരണം ചെയ്യുന്ന കാര്യത്തിൽ തദ്ധാനം ഏവ, അതിൻ്റെ അജ്ഞാനത്തിൻ്റെ നാശം തന്നെയാണ് വേണ്ടത്. അജ്ഞാനത്തിനെ നശിപ്പിക്കണം. വിധീയതേ, അങ്ങനെ ആണ് പിന്നെ ശ്രുതികളിലൊക്കെ പറയണത്. പിന്നെ അജ്ഞാനത്തെ നശിപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ സംസാര സാഗരത്തെ താണ്ടാൻ പറ്റുള്ളൂ എന്ന്. തന്നാശവിധൗ, അതിൻ്റെ അതായത് ആ മൂലമായ അജ്ഞാനത്തിൻ്റെ നാശത്തിൽ വിദ്യ ഏവ പടീയസി, ജ്ഞാനം തന്നെ സമർത്ഥം. അതായത് ഈ അജ്ഞാനത്തിനെ നശിപ്പിക്കാൻ ജ്ഞാനത്തിന് മാത്രമേ സാധിക്കുള്ളൂ, അല്ലേ? ഇരുട്ടിനെ നശിപ്പിക്കാൻ വെളിച്ചത്തിനല്ലേ സാധിക്കുള്ളൂ. അതുപോലെ കർമ്മമല്ല തജ്ജം, അതിൽ നിന്നുണ്ടായത്. കർമ്മം കൊണ്ട് പറ്റില്ല. സവിരോധം ഈരിതം, വിരോധത്തോടു കൂടിയത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. എന്താ പറഞ്ഞു വെച്ചാൽ, ഈ ജനന മരണ രൂപമായിട്ടുള്ള ഈ സംസാരത്തിന്, ഈ ജനനം മരണം പിന്നെയും ജനനം മരണം അല്ലേ, പുനരഭി ജനനം പുനരഭി മരണത്തിന് ആത്മസ്വരൂപത്തെ അറിയാതെ, അതായത് ആത്മജ്ഞാനമില്ലാതെ ഈ ദേഹത്തിനെ ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ചതായ നമ്മുടെ അറിവില്ലായ്മ തന്നെയാണ് കാരണം. ഞാൻ ദേഹമാണ്, ദേഹത്തിനെ ആത്മാവാണ് എന്ന് തെറ്റിദ്ധരിക്കുക എന്താ അർത്ഥം? ശരിക്കും നമ്മൾ ആത്മാവാണ്, പക്ഷേ ഞാൻ എന്ന് പറയുമ്പോഴാണ് ദേഹമാണ് തെറ്റിദ്ധരിച്ചിട്ട്. ഈ അറിവില്ലായ്മ തന്നെയാണ് മരണ സംസാരത്തിന് കാരണം. അതുകൊണ്ട് സംസാരം ഇല്ലാതാവണച്ചാൽ, അല്ലെങ്കിൽ സംസാരം നശിക്കണച്ചാൽ അജ്ഞാനം നശിക്കണം. അജ്ഞാനം കൊണ്ടാണ് സംസാരം ഉണ്ടാവണം. അപ്പോൾ അജ്ഞാനം വെച്ചാൽ എന്താ? അജ്ഞാനം കൊണ്ടാണ് സംസാരം ഉണ്ടാവണം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ?
ഈ ദേഹത്തിനെ ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതാണ് അജ്ഞാനം. അത് നശിക്കണം, എന്നാലേ സംസാരം നശിക്കുള്ളൂ. അജ്ഞാനം നശിക്കണം വെച്ചാൽ ആത്മസ്വരൂപം അറിയണം, ഞാൻ ആത്മാവാണെന്ന് അറിയണം. ആ അവിദ്യാരൂപമായിട്ടുള്ള ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ വിദ്യാരൂപമായ ജ്ഞാനത്തിന് മാത്രമേ കഴിയുള്ളൂ. ഈ അവിദ്യാരൂപമായിട്ടുള്ള ഈ അജ്ഞാനത്തിനെ നശിപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല, വിദ്യാരൂപമായിട്ടുള്ള ജ്ഞാനത്തിനേ പറ്റുള്ളൂ. കർമ്മമല്ല, കർമ്മം കൊണ്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല ഈ അജ്ഞാനത്തിനെ. കർമ്മം അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണേ. അപ്പം എങ്ങനെയാണ് നശിപ്പിക്കുക? അജ്ഞാനത്തിൻ്റെ മകളാണ് കർമ്മം. അപ്പം അവർ തമ്മിൽ വിരോധം ഉണ്ടാവില്ലല്ലോ, അല്ലേ? മകളാണെന്ന് തന്നെ പറയണം. അജ്ഞാനത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാവണേ. അപ്പം കർമ്മം കൊണ്ട് അജ്ഞാനം നശിപ്പിക്കാൻ പറ്റില്ല. ഇരുട്ടിനെ വെളിച്ചം നശിപ്പിക്കുന്നത് പോലെ അജ്ഞാനത്തിനെ ജ്ഞാനത്തിന് നശിപ്പിക്കാൻ പറ്റും, പക്ഷെ കർമ്മത്തിന് പറ്റില്ല. അതായത് ഇപ്പോൾ രജ്ജു എന്ന് പറഞ്ഞാൽ ഒരു കയറിൻ്റെ കയറാണെന്ന് അറിയാത്തതുകൊണ്ടാണ് സർപ്പാണെന്ന് വിചാരിച്ച് പേടിയുണ്ടാവണം, അല്ലേ? കയറിനെ കയറാണെന്ന് നന്നായി അറിഞ്ഞാൽ പിന്നെ പാമ്പാന്നുള്ള പേടിയില്ല. അതേപോലെ ആത്മാവിനെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഞാൻ ശരീരമാണെന്ന് വിചാരിച്ച് നടക്കണത്. അതായത് ശരീരത്തെ ആത്മാവാണെന്ന് തെറ്റായി ധരിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ സംസാരം ഉണ്ടാവണത്. അത് നശിക്കണം വെച്ചാൽ ശരീരം ആത്മാവല്ല, ശരീരം ഒരു ഉണ്ടായി നശിക്കുന്ന അസത്യമായിട്ടുള്ളൊരു കാര്യമാണ്. സത്യമാണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും നിലനിൽക്കണേ. അപ്പം ശരീരം അസത്യമാണെന്നും ആത്മാവ് മാത്രമേ സത്യസ്വരൂപമായിട്ടുള്ളൂ എന്നും ആ ആത്മാവ് തന്നെയാണ് ഞാൻ എന്നും ഞാൻ ദേഹമല്ല എന്നും മനസ്സിലാക്കണം. ആ അറിവ് വേണം. അപ്പോൾ സംസാരബന്ധത്തിൽ നിന്ന് മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആള് ജ്ഞാനം സമ്പാദിക്കാനായിട്ട് ഒരു സദ്ഗുരുവിനെ ആശ്രയിക്കുക തന്നെ വേണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് കർമ്മം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിക്കാൻ പറ്റില്ല. അജ്ഞാനത്തിൻ്റെ മകളാണ് കർമ്മി. അപ്പോൾ ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് പറ്റും, അതേപോലെ അജ്ഞാനത്തിനെ ജ്ഞാനം കൊണ്ട് പറ്റും. അപ്പോൾ ആ ജ്ഞാനം സമ്പാദിക്കണമെങ്കിൽ എന്താ ജ്ഞാനം? ഞാൻ ദേഹമാണെന്ന് വിചാരിക്കല്. അപ്പോൾ ഞാൻ ആത്മാവാണെന്ന്, ആത്മസ്വരൂപമാണ് ഞാൻ അറിയുന്നത് വരെ പറ്റില്ല, അജ്ഞാനം നീരില്ല, അല്ലേ? പക്ഷെ അതിന് നമ്മൾ ഗുരുവിനെ, ആ ജ്ഞാനം സമ്പാദിക്കാൻ സദ്ഗുരുവിനെ ആശ്രയിക്കണം എന്നാണ് 9 പറഞ്ഞത് കേട്ടോ. അജ്ഞാനമേവാസ്യ ഹി മൂലകാരണം തദ്ധാനമേവാത്ര വിധൗ വിധീയതേ വിദ്യൈവ തന്നാശവിധൗ പടീയസി ന കർമ്മതജ്ജം സവിരോധമീരിധം. വിദ്യ കൊണ്ട് മാത്രമേ അവിദ്യയെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി നാജ്ഞാനഹാനിർന്ന ച രാഗസംക്ഷയോ ഭവേത്തത കർമ്മ സദോഷമുദ്ഭവേത് തതഃ പുനഃ സംസൃതിരപ്യവാരിത തസ്മാത് ബുധോ ജ്ഞാനവിചാരവാൻ ഭവേത്. അജ്ഞാനഹാനി ന, അജ്ഞാനത്തിന് നാശം ഭവിക്കില്ല. രാഗസംക്ഷയ ന ഭവേ, രാഗത്തിനും ക്ഷയം ഭവിക്കില്ല. തഥ, അതിൽ നിന്ന് സദോഷം കർമ്മ ഉദ്ഭവേത്, ഈ ദോഷമുണ്ടാക്കുന്ന കർമ്മം ഉത്ഭവിക്കുന്നതും അതെന്നാണ്. തതഃ പുനഃ സംസൃതി, അതിൽ നിന്ന് പിന്നെയും സംസാരം അവാരിത, അപ്പം സംസാരം അതിൽ നിന്നുണ്ടാവണു. തസ്മാത്ഭുത, അതുകൊണ്ട് വിദ്വാൻമാർ ജ്ഞാനവിചാരവാൻ ഭവേത്, ജ്ഞാനത്തെ വിചാരിക്കാൻ, അല്ലെങ്കിൽ ജ്ഞാനം വേദാർത്ഥ വിചാരം ചെയ്ത് ജ്ഞാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവനാവണം എന്നാണ് ഇതിൽ പറഞ്ഞത്. എന്താ അറിയോ? നിത്യനൈമിത്തികമായിട്ടുള്ള കർമാനുഷ്ഠാനം കൊണ്ട് അജ്ഞാനം നശിക്കേ ഈ നമ്മുടെ രാഗദ്വേഷങ്ങളില്ലാണ്ടാവോ ചെയ്യില്ല. അതുകൊണ്ട് മനസ്സ് ശുദ്ധിയാവും, കുറച്ച് അത്രയേ ഉള്ളൂ, മനഃശുദ്ധി ഉണ്ടാവും. അതാണ് പറയുന്നത്. നിത്യനൈമിത്തികാദി കർമാനുഷ്ഠാനം കൊണ്ട് നമ്മുടെ അജ്ഞാന നാശോ അല്ലെങ്കിൽ നമ്മുടെ രാഗം മുഴുവൻ നശിക്കുകയോ ചെയ്യില്ല. അതായത്
ഇങ്ങനെ വളരെ നൈമിഷികമായിട്ടുള്ള ഭോഗങ്ങളും അതിൽ നിന്ന് അതിനോടുള്ള ആസക്തി കൊണ്ട് വീണ്ടും ജനന മരണങ്ങളും ഒക്കെ സംഭവിക്കും നമുക്ക് ഈ അജ്ഞാനം നശിക്കണ വരെ. അപ്പോൾ ഇങ്ങനെ പിന്നെയും ജനന മരണം, ഈ സംസാരത്തിന് നാശം ഉണ്ടാവണില്ല. അതുകൊണ്ട് വിവേകമുള്ള ഒരു മനുഷ്യൻ ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന എവിടെയാണ് ആത്മസ്വരൂപത്തിനെ ബോധിപ്പിക്കുന്നത്? എന്താണ്? വേദത്തിലത്തെ മഹാവാക്യങ്ങൾ എടുക്കുക. മഹാവാക്യങ്ങൾ മുഴുവൻ മനസ്സിലായ വേദം മുഴുവൻ മനസ്സിലായ പക്ഷായി. അപ്പോൾ വിവേകമുള്ള പുരുഷൻ ആത്മസ്വരൂപത്തെ ബോധിക്കാനായിട്ട് ഈ മഹാവാക്യങ്ങളെ ഗുരുമുഖത്തിൽ നിന്ന് കേട്ടിട്ട്, ഗുരുവിനെ ആശ്രയിച്ച് ഗുരു പറയണത് കേട്ടതിനെ മനനവും നിധിധ്യാസനവും ചെയ്ത് ഉറപ്പിച്ച് അജ്ഞാനത്തെ നശിപ്പിക്കാൻ നോക്കണം. അല്ലാണ്ട് വെറും നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ അജ്ഞാനം നശിക്കില്ല എന്ന് മാത്രമല്ല, രാഗദ്വേഷാദികളിൽ നിന്ന് നമുക്ക് മോചിതനാവാനും പറ്റില്ല. അപ്പോൾ ശരിക്കും വിവേകമുള്ള ഒരാൾ ഒരു ഗുരുവിനെ സമീപിച്ച് മഹാവാക്യങ്ങളുടെ അർത്ഥം ഗുരുമുഖത്തു നിന്ന് കേട്ട് അതിനെപ്പറ്റി നല്ലോണം ആലോചിച്ച് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് പതുക്കെ ഞാൻ ഈ ദേഹമല്ല, ഞാൻ ആത്മസ്വരൂപമാണ് എന്നുള്ള ജ്ഞാനത്തെ സമ്പാദിക്കണം. നാജ്ഞാനഹാനിർന്ന ചരാഗസംക്ഷയോ ഭവേത് തത കർമ്മസദോഷമുദ്ഭവേത് തത പുനഃസംസ്ഥിതിരപ്യവാരിത തസ്മാത് ബുധോ ജ്ഞാനവിചാരവാൻ ഭവേത്. അവിടെ നിർത്താട്ടോ നമുക്ക്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.